കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ഉള്ളിവട ഉണ്ടാക്കുന്ന വീഡിയോ കേട്ടോ. അപ്പോൾ അതിനുള്ള സവോള, പച്ചമുളക്, ഇഞ്ചി ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം ഒരു 2-3 സ്പൂണ് ഗോതമ്പ് പൊടിയും കൂടി എടുക്കാം കേട്ടോ. നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. 3 സ്പൂൺ ഗോതമ്പ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. കാശിക്കുട്ടൻ ഉറങ്ങി. പിന്നെ ചേട്ടായി ഇപ്പോൾ വരും, വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതൊക്കെ ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ ഉള്ളിവടയ്ക്കുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പക്ഷേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത് ഉള്ളിയുടെ നനവിൽ തന്നെ നനച്ചെടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ഉള്ളി അരിഞ്ഞത് എനിക്കൊന്ന് ഇച്ചിരി കനം കൂടിപ്പോയി. അതുപോലെ നേരത്തെ അരിഞ്ഞ് വെച്ചായിരുന്നു കേട്ടോ. കാശിക്കുട്ടൻ ഉറങ്ങിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അവൻ ഉറങ്ങിയപ്പോഴാണ് കേട്ടോ ഇപ്പോൾ ഉണ്ടാക്കാനെടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടാണ് കേട്ടോ കുഴച്ചെടുത്തത്. പുതിയ പാത്രമാണ് കേട്ടോ. ഞാൻ ഈ നാപ്റ്റോളിൽ നിന്ന് മേടിച്ചാണ് ഇതിൻ്റെ ഒരു പാലപ്പച്ചട്ടി, ഒരു സോസ് പാന്, പിന്നെ അല്ലാതെ ഒരു പാലപ്പച്ചട്ടിയുടെ കൂട്ട് തന്നെ ഇച്ചിരി വലിപ്പമുള്ളതുണ്ട്. എന്നിട്ട് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വെക്കാം. അപ്പം ഈ 3 പാത്രം 2 തവി ഇതെല്ലാം കൂടെ മേടിച്ചാണ് കേട്ടോ. അപ്പം നമ്മളിത് എടുക്കുകയാണ്. എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ തീർന്നിട്ടില്ല കേട്ടോ, വേറെ വെളിച്ചെണ്ണയുണ്ട്. ഞാനപ്പോൾ അത് ഓർത്ത് ഇത് തീർന്നിട്ട് ഇതെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളിവടയുടെ കറക്റ്റ് ഷേപ്പൊന്നും വരത്തില്ല. എന്നാലും നമ്മൾ ഇങ്ങനെയൊക്കെയല്ലേ ട്രൈ ചെയ്ത് പഠിക്കുന്നത്.
ഞാനിങ്ങനെ ഓരോന്നും പരീക്ഷിക്കാറുണ്ട് കേട്ടോ. ഒരിടയ്ക്ക് പരിപ്പ് വടയായിരുന്നു കേട്ടോ. പരിപ്പ് വട ഉണ്ടാക്കി നോക്കാറുണ്ടായിരുന്നു. പക്ഷേ പരിപ്പ് വട ഉണ്ടാക്കി ഇപ്പോൾ പരിപ്പ് വട റെഡി ആയിട്ടോ. നിങ്ങളവർക്കും കുഞ്ഞുണ്ടാക്കിയിട്ടാണോ ഉണ്ടാക്കി കഴിക്കുന്നതെന്ന് അല്ല. അവൻ ഉള്ളിവടയൊന്നും അവനങ്ങനെ കഴിക്കത്തില്ല കേട്ടോ. അവൻ ഉഴുന്നുവട ഇഷ്ടമാണ്, ഉള്ളിവടയൊന്നും ഇഷ്ടമല്ല. പിന്നെ കറി വെച്ചാലും കറിക്കകത്ത് കടുക് കിടക്കുവാണ്. കടുക് വരെ അവന് ഇപ്പോഴത്തെ സ്വഭാവമാണ് കേട്ടോ. കടുക് അവൻ പെറുക്കി മാറ്റും. പെറുക്കി വരുന്നതിന് വായിക്കാത്തുണ്ടെങ്കിൽ എടുത്ത് നമ്മളെ തരും. എന്നാ ചൂടാണേ. ഇന്നലെ ഇവിടെയൊക്കെ മഴ പെയ്തു കേട്ടോ. നിങ്ങളവിടെയൊക്കെ മഴ ഉണ്ടായിരുന്നോ? അപ്പോൾ കാശിക്കുട്ടിന് ചെറുതായിട്ടൊരു എന്നാ ജലദോഷം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കാശിക്കുട്ടി നേരത്തെ ഉറങ്ങി ചോറൊക്കെ കഴിപ്പിച്ചിട്ടാണ് ഉറക്കിയത് കേട്ടോ. ഉള്ളിവടത്തെ ഷേപ്പ് ഒന്നും കറക്റ്റ് വന്നിട്ടില്ല കേട്ടോ. പതുക്കെ ശരിയാക്കി എടുക്കണം. പരിപ്പുവട ഉണ്ടാക്കി കഴിഞ്ഞിടയ്ക്ക് പരിപ്പുവട ഉണ്ടാക്കിയപ്പോഴത്തേക്ക് കഴിച്ചിട്ട് ചേട്ടായി പറയും നല്ല ടേസ്റ്റ് ഉണ്ടടി, കൊള്ളാമെന്ന് പറഞ്ഞു കേട്ടോ. പുള്ളിക്ക് പരിപ്പുവട, ഉഴുന്നുവട, പഴംപൊരി ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയാം. പക്ഷേ വീഡിയോയ്ക്ക് ഫ്രണ്ടിൽ വന്ന് കുക്ക് ചെയ്യുന്ന കാര്യം പറയുമ്പോഴത്തേക്ക് പറയും ഞാനില്ലെന്ന് പറയും. ഓടിപ്പോട്ടോ.
ഇതെന്നാ കയറാത്ത, ഇതിന് കയറാൻ ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. എന്നോടാണോ കളിച്ച്? മൈദപ്പൊടിയും വെച്ചിട്ടുണ്ടാക്കുന്നതാണ് കേട്ടോ നല്ലത്. എനിക്ക് മൈദപ്പൊടി ഇല്ല, ഗോതമ്പ് പൊടിയേ ഉള്ളൂ. അപ്പം ഞാനത് ഗോതമ്പ് പൊടി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല, കറിവേപ്പില. കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ല, കറിവേപ്പിലയ്ക്ക് ഇവിടെ ഭയങ്കര ക്ഷാമമാണ് ഞങ്ങളോട്. അപ്പം അതുകൊണ്ട് ഞാൻ കറിവേപ്പില ഇട്ടില്ല കേട്ടോ. കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ, കറക്റ്റ് 6 എടുത്തിട്ടുണ്ട്. ചേട്ടായി കഴിഞ്ഞുകൊണ്ട് എനിക്ക് എടുത്തിട്ടുണ്ട്. ഭയങ്കര ദാഹമാണ് കേട്ടോ. ചോറ് കഴിച്ചില്ലെങ്കിലും വെള്ളം കുടിച്ച് വയറുമാണ് കേട്ടോ. അപ്പം എന്തേ നമ്മുടെ ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടിട്ടാ. ഷേപ്പൊന്നും ഇല്ല, എന്നാലും ഏകദേശമൊക്കെ ഒരു റൗണ്ടൊക്കെ ഒരു ഹോളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ചൂടാണ്. കൊള്ളാം. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.